ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ BBA FIUGPയുടെ ഭാഗമായിട്ട് വരുന്ന കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫൈനാൻഷ്യൽ ഡാറ്റ എന്ന പേപ്പറിൻ്റെ 3rd ചാപ്റ്ററിൻ്റെ ക്ലാസ്സാണ്. നമ്മൾ ഈ ചാനലിലൂടെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെയും 2nd ചാപ്റ്ററിൻ്റെയും ക്ലാസ്സുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം ക്ലാസ്സുകളൊക്കെ എല്ലാവരും വാച്ച് ചെയ്യാം. 3rd ചാപ്റ്റർ വരുന്നത് ഡിപ്രിസിയേഷൻ, പ്രൊവിഷൻ ആൻഡ് റിസർവ് ആണ്. 3 ഏരിയയാണ്: ഡിപ്രിസിയേഷൻ്റെ ഏരിയ, പ്രൊവിഷൻ്റെ ഏരിയ, റിസർവിൻ്റെ ഏരിയ. ഇതിൽ ഡിപ്രിസിയേഷൻ്റെ ഏരിയയിൽ നമുക്ക് തിയറിയും പഠിക്കാണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലം പഠിക്കാണ്ട്. പ്രൊവിഷനും റിസർവും നമുക്ക് തിയറി മാത്രമേ പഠിക്കാനുള്ളൂ. ആ കാര്യം ഫസ്റ്റ് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ അല്ല, വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്റർ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ വരുന്ന തിയറീസൊക്കെ, പ്രോബ്ലംസും കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് എന്താണ് ഡിപ്രിസിയേഷൻ നോക്കാം. അക്കൗണ്ടൻസിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഡിപ്രിസിയേഷൻ. മലയാളം മീനിങ് പഠിച്ചാൽ തേയ്മാനം എന്ന് പറയും. പെർമനൻറ്റ് ഡിഗ്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ, പാസേജ് ഓഫ് ടൈം എക്സെട്ര. ഒരു ഫിക്സഡ് അസറ്റിൻ്റെ വിലയിൽ വരുന്ന ഇടിവ്, അല്ലെ, വില എന്ത് ചെയ്യുന്നു, കുറഞ്ഞു വരുന്നു. അതിനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു മെഷീനറി, അല്ലേ, കുറേ ടൈം അത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എന്ത് ചെയ്യും, അതിന് തേയ്മാനം സംഭവിക്കും. എന്താണ് ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞാൽ? പെർമനൻറ്റ് ഡിഗ്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കൃത്യമായിട്ട് പഠിച്ചേക്കുക. പെർമനൻറ്റ് ഡിഗ്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ, പാസേജ് ഓഫ് ടൈം. ടൈം കാരണമാവാം, അല്ലെങ്കിൽ യൂസേജ് ആവാം. കുറേ ഉപയോഗിച്ചു, അപ്പോൾ എന്ത് ചെയ്തു, എൻ്റെ വാല്യൂവിൽ ഇടിവ് സംഭവിച്ചു. ഇനി ഒരു ഡെഫിനിഷൻ നോക്കാം. ഡിപ്രിസിയേഷൻ ഈസ് ദി ഗ്രാജുവൽ ആൻഡ് പെർമനൻറ്റ് ഡിഗ്രീസ് ഇൻ ദി വാല്യൂ ഓഫ് ആൻ അസറ്റ് ഫ്രം എനി കോസ്. ഏതൊരു കാരണം കൊണ്ടും ഒരു അസറ്റിൻ്റെ ഗ്രാജുവലായിട്ട് അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ട് വാല്യൂവിൽ വരുന്ന ഡിഗ്രീസിനെ എന്ന് പറയുന്നത് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്, അല്ലേ. അപ്പം നമ്മൾ ഒരു വാഹനം വാങ്ങി, ആ വാഹനം നമ്മൾ ഒരു 5 വർഷം ഉപയോഗിച്ചു. ആ 5 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവില്ല, നമ്മൾ ഫസ്റ്റ് വാങ്ങിയ ആ ഒരു വാല്യൂ ആ വാഹനത്തിന് ഉണ്ടാവില്ല. അതിന് എന്ത് സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് കേടുപാടുകളും തേയ്മാനവും സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മൾ യൂസേജിൻ്റെ കാരണമാവാം, അല്ലെങ്കിൽ ടൈം വന്ന കാരണമാവാം. അതിനെയാണ് നമ്മൾ ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മീനിങ് നിർബന്ധമായിട്ടും എല്ലാവരും പഠിച്ചേക്കണം. ഇനി എന്തൊക്കെ കാരണം കൊണ്ടാണ് ഡിപ്രിസിയേഷൻ സംഭവിക്കുന്നത് നോക്കാം. ഒന്നാണ് വിയർ ആൻഡ് ടിയർ ഡ്യൂ ടു യൂസ്. നമ്മൾ ഒരുപാട് ഉപയോഗിച്ചുകൊണ്ട് അതിന് വിയർ ആൻഡ് ടിയർ സംഭവിക്കാം. മറ്റൊന്നാണ് പാസേജ് ഓഫ് ടൈം, ലാഗ്. ഒരുപാട് കാലം കഴിഞ്ഞു, അതായത് ഒരു വസ്തു വാങ്ങിയിട്ട് ഒരു 5 വർഷം കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, അതിൻ്റെ വാല്യൂവിൽ ഇടിവ് സംഭവിച്ചു. ദെൻ ഒബ്സോളസെൻസ്, ബിക്കം ഔട്ട്ഡേറ്റഡ്, അല്ലേ. ടെക്നോളജി കൊണ്ടൊക്കെ എന്തില്ല, കാലഹരണപ്പെടുക. ഇപ്പോൾ റേഡിയോ ഒക്കെ എന്ത് ചെയ്തു, നമ്മുടെ നാട്ടിൽ നിന്ന് പോയി. മൊബൈൽ ഫോൺ വന്നതോടുകൂടി, അല്ലെങ്കിൽ ഫോൺ വന്നതോടുകൂടി റേഡിയോ പോയി, അല്ലേ. ഇപ്പോൾ സാധാരണ ഫോണില്ല, എല്ലാം ടച്ച് ഫോണാണ്. സാധാരണ ഫോണിനൊക്കെ എന്ത് ചെയ്തു, ഒബ്സോളസെൻസ് എന്തായി, അത് കാലഹരണപ്പെട്ടു. ഓക്കെ അല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് വിയർ ആൻഡ് ടിയർ, പാസേജ് ഓഫ് ടൈം, ഒബ്സോളസെൻസ്. ദെൻ ആക്സിഡൻറ്റ് ഓർ ഡാമേജ്, അല്ലേ. അപ്പോൾ ഒരു മെഷീനറി അതിന് ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഡാമേജ് വന്നാലും അതിൻ്റെ വാല്യൂവിൽ എന്ത് ചെയ്യും, ഡിഗ്രീസ് വരും. ദെൻ ഡിപ്ലീഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ്, അതായത് വേസ്റ്റിംഗ് അസറ്റുകൾക്ക് വരുന്ന ഒരു ഡിപ്രിസിയേഷൻ പറഞ്ഞ, തേയ്മാനത്തിന് പറഞ്ഞ പേരാണ് ഡിപ്ലീഷൻ. അതായത് ഇപ്പോൾ നമുക്ക് ഫ്ലഡ്, എർത്ത്, അല്ലെ, ഭൂകമ്പമൊക്കെ ഉണ്ടായി. അപ്പോൾ ആ ഭൂമി എന്ത് ചെയ്യും, ആ ഭൂമിയുടെ നിലവിലുണ്ടായിരുന്ന വാല്യൂവിൽ ഇടിവ് സംഭവിക്കും. ഓക്കെ ആണ്. നമ്മളിവിടെ 2 ടോപ്പിക്കാണ് പറഞ്ഞത്. ഒന്ന് ഡിപ്രിസിയേഷൻ എന്താണ്, അതിൻ്റെ കാരണങ്ങൾ എന്താണ്. ഇനി നമുക്ക് അക്കൗണ്ടൻസിയിൽ ഡിപ്രിസിയേഷന് ചാർജ് ചെയ്യും, ഡിപ്രിസിയേഷൻ ക്രിയേറ്റ് ചെയ്യും, അതിനൊരു ഫണ്ട് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, എന്തിനൊക്കെ വേണ്ടിയാണ് അക്കൗണ്ടൻസിയിൽ ഡിപ്രിസിയേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ചിലപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം വരാം. അപ്പോൾ ഡിപ്രിസിയേഷൻ്റെ മീനിങ് ഇവിടെ കൃത്യമായിട്ട് മീനിങ്ങും കോഴ്സ് പറഞ്ഞിരിക്കണം. ഒബ്ജക്റ്റീവ്സൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ചിലപ്പോൾ ഒബ്ജക്റ്റീവ്സ് ആയിരിക്കും ചോദിക്കുക. ഓക്കെ അല്ല. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് ആണ് ടു ഷോ ദി ട്രൂ വാല്യൂ ഓഫ് അസറ്റ്. ഒരു അസറ്റിൻ്റെ ട്രൂ വാല്യൂ കാണണമെങ്കിൽ അതിൻ്റെ തേയ്മാനം കൂടി എന്ത് ചെയ്യണം, നമ്മൾ കൺസിഡർ ചെയ്യണം. അല്ലെ, 1 വർഷം
ഉപയോഗിച്ചു. അപ്പോൾ അതിൻ്റെ തേയ്മാനം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ട്രൂ വാല്യൂ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്തിനാണ് ഒന്ന് ടു ഷോ ദി ട്രൂ വാല്യൂ ഓഫ് അസറ്റ്. സെക്കൻഡാണ് ടു കാൽക്കുലേറ്റ് കറക്റ്റ് പ്രോഫിറ്റ് ഓർ ലോസ്. യഥാർത്ഥത്തിൽ എത്ര പ്രോഫിറ്റ് ആണ് എത്ര ലോസ് ആണെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് മറ്റൊന്ന് ഡിപ്രിസിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. മൂന്നാമതാണ് ടു പ്രൊവൈഡ് ഫോർ അസറ്റ് റീപ്ലേസ്മെൻറ്റ്. ഈ ഒരു അസറ്റ് പുതിയൊരു അസറ്റ് വാങ്ങാനായിട്ടുണ്ടോ, നിലവിലുള്ള അസറ്റ് റീപ്ലേസ് ചെയ്യാൻ ആയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഡിപ്രിസിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോയിൻ്റാണ് ടു കംപ്ലൈ വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആൻഡ് ലീഗൽ റിക്വയർമെൻറ്റ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ലീഗൽ റിക്വയർമെൻറ്റ്സിൻ്റെയും അതിൻ്റെ രീതിയിൽ അതിന് കംപ്ലൈ ആവുന്നതിന് വേണ്ടി. പിന്നെ അതുപോലെ തന്നെ ടു മാച്ച് കോസ്റ്റ് വിത്ത് റവന്യൂ. മാച്ചിങ് പ്രിൻസിപ്പിൾ പ്രകാരമാണ് ഡിപ്രിസിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റവന്യൂവുമായിട്ട് അല്ലേ ഓരോ വർഷത്തെയും ഇൻകം ആ വർഷത്തെ എക്സ്പെൻസിനെ മാച്ച് ചെയ്യുന്നതിനാണ് നമ്മൾ മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ 5 ഒബ്ജക്റ്റീവ്സാണ് പറയുന്നത്. ഒന്ന് ട്രൂ വാല്യൂ കാണാൻ വേണ്ടി, പ്രോഫിറ്റ് ഓർ ലോസ് കറക്റ്റ് പ്രോഫിറ്റ് ലോസ് കാണാൻ വേണ്ടി, അസറ്റ് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി, ദെൻ കംപ്ലൈ നമ്മൾ എന്ത് ചെയ്യുക അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും ലീഗൽ റിക്വയർമെൻറ്റ്സും തമ്മിൽ കമ്പാരിസൺ നടത്താൻ വേണ്ടി. അതുപോലെ തന്നെ മാച്ചിങ് പ്രിൻസിപ്പിൾ പ്രകാരമാണോ ലൈക്ക് ഓരോ വർഷത്തെയും എക്സ്പെൻസ് ആ വർഷത്തെ റവന്യൂവുമായിട്ട് എങ്ങനെ മാച്ച് ചെയ്യുന്നു. അപ്പോൾ എന്തും കൂടി കാണണം, ഡിപ്രിസിയേഷനും കൂടി കണ്ടാൽ മാത്രമേ കറക്റ്റ് എക്സ്പെൻസ് കറക്റ്റ് റവന്യൂവുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷന് കാണാനുള്ള 2 മെത്തേഡാണ് നമുക്ക് നമ്മുടെ സിലബസ് പഠിക്കുക. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്, നമുക്കിവിടെ 2 സിമ്പിൾ മെത്തേഡാണ് പഠിക്കാനുള്ളത്. ഇതിൽ 2ൻ്റെ കേസിലും നമുക്ക് പ്രോബ്ലം ഉണ്ട്. ഒന്നാമത്തെ മെത്തേഡാണ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, രണ്ടാമത്തത് ഡിമിനിഷിങ് വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ WDV മെത്തേഡാണ്. ഒന്നാമത്തത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. എന്താണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്? അണ്ടർ ദിസ് മെത്തേഡ് സെയിം എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ചാർജ്ഡ് എവരി ഇയർ. ഈ ഒരൊറ്റ സെൻറ്റൻസ് മനസ്സിലാക്കിയാൽ മതി. ഓരോ വർഷം സെയിം എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ. ഇപ്പോൾ 500 രൂപ വെച്ചാൽ എല്ലാ വർഷവും തന്നെയാണ് 500 രൂപ. സെയിം എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ചാർജ്ഡ് എവരി ഇയർ ത്രൂ ഔട്ട് യൂസ്ഫുൾ ലൈഫ് ഓഫ് അസറ്റ്. ഒരു അസറ്റ് എത്ര കാലം ഉപയോഗിക്കുന്നുണ്ടോ അത്ര കാലം എന്ത് ചെയ്യുക ഒരു ഫിക്സഡ് എമൗണ്ട് ഡിപ്രിസിയേഷനായിട്ട് മാറ്റി വയ്ക്കുക. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡിപ്രിസിയേഷൻ എപ്പോഴും എന്തായിരിക്കും ഫിക്സഡ് എമൗണ്ട് ആയിരിക്കും. ദിസ് മെത്തേഡ് അസ്യൂം ഈക്വൽ യൂസേജ് ആൻഡ് ബെനിഫിറ്റ് ഫ്രം അസറ്റ് ഈച്ച് ഇയർ. ഓരോ വർഷവും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമെന്ന് ഇത് അസ്യൂം ചെയ്യുന്നു. ഈ ഒരു മെത്തേഡ് പ്രകാരം ഡിപ്രിസിയേഷൻ കാണാനുള്ള ഒരു ഇക്വേഷൻ, എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ കാണാനുള്ള ഇക്വേഷന് ഒറിജിനൽ കോസ്റ്റ്, അതായത് ആ ഒരു മെഷീനറി അല്ലെങ്കിൽ അസറ്റ് നമുക്ക് വാങ്ങാൻ വേണ്ടി വന്ന കോസ്റ്റ്, അതിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ, അതായത് നമ്മൾ ഒരു മെഷീനറി കേടുവന്നു, ആ കേടുവന്ന് എന്ത് ചെയ്യും അത് നമ്മൾ വിൽക്കും, ആക്രി എന്ന് പറയും, നമ്മൾ അത് വിൽക്കും. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടിന് പൈസക്കാണ് എന്ത് പറയുന്നത് സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒറിജിനൽ കോസ്റ്റ് നിന്ന് സ്ക്രാപ്പ് വാല്യൂ കുറക്കുക, ദെൻ ലൈഫ് ഓഫ് അസറ്റ്, എത്ര വർഷമാണോ ആ അസറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് അതായിട്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞത് 2 മെത്തേഡാണ്, ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും ഒന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ഡിപ്രിസിയേഷൻ ഓരോ വർഷവും എന്തായിരിക്കും അല്ലേ ഓരോ വർഷവും സെയിം എമൗണ്ട് ആയിരിക്കും. ഈ ഒറ്റ കാര്യം നല്ലോണം മനസ്സിലാക്കുക. സെയിം എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ ചാർജ്ഡ് എവരി ഇയർ. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരമുള്ള ഒരു സിമ്പിൾ ചോദ്യം നോക്കാം. ഈ ഭാഗത്ത് നിന്ന് ചോദ്യം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. മെഷീനറി അക്കൗണ്ട് അല്ലെങ്കിൽ ഏതോ അസറ്റിൻ്റെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കാനാണ് കൂടുതൽ സാധ്യത. ഓക്കെ അല്ല. അപ്പോൾ ചോദ്യം ഇതാണ്: എ കമ്പനി ബ്രോട്ട് മെഷീനറി അറ്റ് എ കോസ്റ്റ് ഓഫ് ₹7,000, 7,000 രൂപയ്ക്ക് മെഷീനറി വാങ്ങി. 1 ജനുവരി 2002 മെഷീനറി വാങ്ങുന്നത്. അപ്പോൾ ഒരു കമ്പനി 7,000 റുപ്പീസിന് 1 ജനുവരി 2022 മെഷീനറി വാങ്ങി. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ഇറ്റ്സ് വർക്കിംഗ് ലൈഫ് ഈസ് 4 ഇയേഴ്സ് ആണ്. അത്
ഉപയോഗിക്കുന്നത് എത്ര വർഷമാണ്? 4 വർഷമാണ്. ഇറ്റ് വിൽ ഫ്ലച്ച് ₹1000 അറ്റ് ദി എൻഡ് ഓഫ് പീരിയഡ് വെൻ ഇറ്റ് ഈസ് സോൾഡ്. നമുക്കിത് വിറ്റപ്പോൾ, അതായത് സ്ക്രാപ്പായിട്ട് എത്ര രൂപ കിട്ടി? 1000 രൂപ കിട്ടി. അപ്പോൾ 7000 രൂപയുടെ മെഷീനറി എന്ത് ചെയ്യാണ്? 4 വർഷം ഉപയോഗിക്കാം, 4 വർഷത്തെ ലൈഫ് ഉണ്ട്. അത് വിൽക്കുമ്പോൾ, അതായത് സ്ക്രാപ്പായിട്ട് കിട്ടുന്നത് 1000 രൂപയാണ്. ഓക്കെ ആണല്ലോ. ദ കമ്പനി ഡിസൈഡഡ് ടു റൈറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ബൈ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. അപ്പോൾ ഈ ഒരു ഭാഗം ഡിപ്രിസിയേഷൻ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ഏത് മെത്തേഡിലാണ് നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത്. ഒന്നില്ലെങ്കിൽ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ആക്കണം, അല്ലെങ്കിൽ WDV റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആക്കണം. ഈ ചോദ്യം എന്താണ്? ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ്. ഈ മെത്തേഡ് പ്രകാരം എല്ലാ വർഷവും ഡിപ്രിസിയേഷൻ എന്തായിരിക്കും? സെയിം എമൗണ്ട് ആയിരിക്കും. ഗിവ് ദി മെഷീനറി അക്കൗണ്ട് ആൻഡ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് അസ്യൂമിങ് ബുക്ക് ആർ ക്ലോസ്ഡ് 31st December ഈച്ച് ഇയർ. അപ്പോൾ നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് 2 അക്കൗണ്ടാണ്. ഒന്ന് മെഷീനറി അക്കൗണ്ടും ഒന്ന് ഡിപ്രിസിയേഷൻ അക്കൗണ്ടും. എന്ത് അസ്യൂം ചെയ്തിട്ട്? ഓരോ വർഷവും ക്ലോസ് ചെയ്യുന്നത് 31st December എന്ന് അസ്യൂം ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? മെഷീനറി അക്കൗണ്ടും ഡിപ്രിസിയേഷൻ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. 7000 രൂപയ്ക്ക് എന്ത് വാങ്ങി? ഒരു മെഷീനറി 2022 ജനുവരി 1 വാങ്ങി. അത് 4 വർഷമാണ് അതിൻ്റെ ലൈഫ്. 1000 രൂപ സ്ക്രാപ്പായിട്ട് ലഭിച്ചു. ഇനി നമുക്ക് ആദ്യം ഡിപ്രിസിയേഷൻ്റെ എന്ത് കാണണം? ഇല്ല, നമുക്ക് പേഴ്സൻറ്റേജും തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഡിപ്രിസിയേഷൻ്റെ വാല്യൂ കാണണം. ഓക്കെ ആണല്ലോ. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ ലൈഫാണ് എന്ത്? വാല്യൂ കാണാനുള്ള ഇക്വേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം ഡിപ്രിസിയേഷൻ്റെ വാല്യൂ കാണാനുള്ള ഇക്വേഷന് ടോട്ടൽ കോസ്റ്റ്, അതായത് ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡ് ബൈ ലൈഫ്. ഇവിടെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 7000 ആണ്. ഒറിജിനൽ കോസ്റ്റ് 7000 ആണ്. അതിന്ന് 1000 അല്ലെ 1000 സ്ക്രാപ്പ് വാല്യൂ ഇട്ടിട്ടുണ്ട്, 1000 കുറക്കാം. അപ്പോൾ 6000 എന്ന് കിട്ടും. എത്ര വർഷമാണ്? 4 വർഷമാണ് ഉപയോഗിക്കുന്നത്. ലൈഫ് എത്രയാണ്? 4 വർഷമാണ്. 6000 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 1500 എന്ന് ഡിപ്രിസിയേഷൻ കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ആദ്യം നമ്മൾ ഡിപ്രിസിയേഷൻ കാണുക, എന്നിട്ട് നമുക്ക് അക്കൗണ്ട് വരക്കാം. മെഷീനറി അക്കൗണ്ട്. അപ്പോൾ അക്കൗണ്ടാണ് അല്ലേ? ഇവിടെ നമ്മൾ മെഷീനറി അക്കൗണ്ട് നേടി കൊടുത്തു. ഈ സൈഡിൽ DR, ഇവിടെ DR, ഇവിടെ CR. ഡെബിറ്റും ക്രെഡിറ്റും ആണ്. ഇത് ഡെബിറ്റ് സൈഡാണ്, ഇത് ക്രെഡിറ്റ് സൈഡാണ്. നമ്മളെല്ലാ ഭാഗത്തും പറയുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ അക്കൗണ്ടൊക്കെ വരക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെ വരക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫസ്റ്റ് കോളം ഡേറ്റ് കോളമാണ്. ഫസ്റ്റ് കോളം ഡേറ്റ്, സെക്കൻഡ് കോളം പർട്ടിക്കുലേഴ്സ് കോളം. ഇവിടെ പർട്ടിക്കുലേഴ്സ് എഴുതിയിട്ടില്ല, പർട്ടിക്കുലേഴ്സ് കോളമാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതണം. തേർഡ് കോളം എമൗണ്ട്, ഫോർത്ത് കോളം ഡേറ്റ്, ഫിഫ്ത്ത് കോളം പർട്ടിക്കുലേഴ്സ്, ദെൻ എമൗണ്ട്. ഇങ്ങനെയാണ് അക്കൗണ്ട്സ് വരക്കുന്ന രീതി. എല്ലാവരും അത് പഠിച്ചു വെക്കുക. പല ഭാഗത്തും ഞാൻ പറയുന്നതാണ്, അക്കൗണ്ട്സുകളൊക്കെ കൃത്യമായിട്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് നല്ല രീതിയിൽ കിട്ടും. ജസ്റ്റ് നിങ്ങളൊന്ന് തുടങ്ങി കുറച്ച് കാര്യങ്ങൾ എഴുതുക. ചോദ്യം നിങ്ങൾ ആൻസർ തെറ്റാണെങ്കിൽ പോലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അതാണ് അക്കൗണ്ടൻസിൻ്റെ പ്രത്യേകത. നിങ്ങൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്താൽ മതി? ഇത് ചെയ്ത് കംപ്ലീറ്റ് ആക്കണം. ചോദ്യം എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. അങ്ങനെ കംപ്ലീറ്റ് ആക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? കൃത്യമായിട്ട് മാർക്ക് കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ വീഡിയോ കാണുന്നവർക്ക് മാക്സിമം ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ 1 ജനുവരിയിൽ അല്ലേ നമ്മൾ പറയുന്നത് മെഷീനറി വാങ്ങി എന്നാണ്. മെഷീനറി വാങ്ങുമ്പോൾ മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് എന്താ ജേണൽ വരിക? മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ്. അപ്പോൾ ജേണൽ എൻട്രി പഠിച്ചാലേ ഇതൊക്കെ പഠിയുള്ളൂ. ഓക്കെ ആണല്ലോ. അക്കൗണ്ട്സുകളൊക്കെ വരക്കാൻ മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അല്ലേ? മെഷീനറി വാങ്ങി എന്നാണ് ജനുവരി 1 ഡേറ്റ് ടു 7000. അപ്പോൾ നമ്മൾ ഇനി ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യണം അല്ലേ? 1500 രൂപ നമുക്ക് ഡിപ്രിസിയേഷൻ കിട്ടിയത്. എല്ലാ വർഷവും തന്നെയാണ് 1500 രൂപയാണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത് 31st December. അപ്പോൾ 2002 ഡിസംബർ എന്നുള്ള ഡേറ്റ് ഇടാം. ഓക്കെ അല്ല. ഡിപ്രിസിയേഷൻ അല്ലേ? ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു മെഷീനറി എന്നാണ് ജേണൽ എൻട്രി വരിക. എന്താണ് ഡിപ്രിസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു മെഷീനറി? ഡിപ്രിസിയേഷൻ ക്രെഡിറ്റ് സൈഡിലാണ് വരിക എന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിച്ചിരിക്കുക.
ഓക്കെ അല്ല. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ് ടു മെഷീനറി എന്ന് വരിക അല്ലേ 1500. ഓക്കെ അല്ലോ. ഇനി നമ്മളിത് ക്ലോസ് ചെയ്യുക. ഇവിടെ 7000 ആണ്. ആ 7000 നമ്മൾ ക്ലോസ് ചെയ്തു. ഇവിടെയും 7000 കിട്ടും. ബാലൻസ് 5500. ഓക്കെ ആണല്ലോ. അപ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ 5500 കിട്ടും. ആ ബാലൻസ് നേരെ ഇങ്ങോട്ട് എഴുതുക. നമ്മൾ നേരെ ഇങ്ങോട്ട് എഴുതുക. ബാലൻസ് ബ്രോ ഡൗൺ. ബാലൻസ് ബ്രോ ഡൗൺ എത്ര കിട്ടി? 5500. ഇനി ഡിപ്രിസിയേഷൻ അല്ലേ, അടുത്ത വർഷം ഡിപ്രിസിയേഷൻ. അപ്പോൾ ഇയർ മാറി 2002 ഉള്ളത് 2003 4 വർഷത്താണ് നമുക്ക് കാണേണ്ടത്. 4 വർഷത്തിൻ്റെ അക്കൗണ്ടാണ്. ദെൻ അപ്പോൾ 2003 ഡിസംബറിൽ നമ്മൾ ക്ലോസ് ചെയ്തു. ഡിപ്രിസിയേഷൻ 1500 ടോട്ടൽ ചെയ്തു. ഇവിടെ 5000 കിട്ടും. രണ്ട് സൈഡിലും 5000. ബാലൻസ് 4000. ദെൻ ഈ ബാലൻസ് നേരെ ഇങ്ങോട്ട് എഴുതി ഇങ്ങോട്ട് അടുത്ത വർഷത്തേക്ക് ബ്രോ ഡൗൺ ചെയ്തു. ദെൻ ആ വർഷം ഡിപ്രിസിയേഷൻ 1500. ദെൻ ലാസ്റ്റ് ഇയർ 2005 ജനുവരിയിൽ ബാലൻസ് 2500 കിട്ടി. ഇവിടെ 2500 കിട്ടി. ആ ബാലൻസ് ഇങ്ങോട്ട് എഴുതി. ഓക്കെ അല്ലോ. ഡിപ്രിസിയേഷൻ 1500 ചാർജ് ചെയ്തു. ഇനി അവസാന വർഷം അല്ലേ, പിന്നെ നമ്മൾ ബാലൻസ് ആയിട്ടല്ല, അത് ക്യാഷ് ആയിട്ട് റെസിജ്വൽ വാല്യൂ ആണ്. 1000 രൂപ ഇവിടെ ബാലൻസ് വരുന്നുണ്ട്. അത് ക്യാഷ് ആണ്. ഈ മെഷീനറിയിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ആണ് നമുക്ക്. അപ്പോൾ നമ്മൾ മെഷീനറി അക്കൗണ്ട് തയ്യാറാക്കി. നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞത് മെഷീനറി അക്കൗണ്ടും ഡിപ്രിസിയേഷൻ അക്കൗണ്ടും തയ്യാറാക്കാൻ. ഇനി ഡിപ്രിസിയേഷൻ അക്കൗണ്ട് നോക്കാം. ആദ്യം ഡിപ്രിസിയേഷൻ അക്കൗണ്ട് എന്ന് ഹെഡിങ് എഴുതി. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട് അല്ലേ. DR-ഉം CR-ഉം ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും. ആ കാര്യങ്ങളൊന്നും മറക്കരുത്, ഞാൻ വീണ്ടും പറയുന്നുണ്ട്. ഓക്കെ അല്ലോ. ഇനി ഡിപ്രിസിയേഷനിൽ എന്താണ് അല്ലേ, ഓരോ വർഷവും ഈ 1500 കാണിച്ചത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ തന്നെ ഉള്ളൂ. വേറെ ഇവിടെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമ്മളോട് പരീക്ഷ കൂടുതലും ചോദിക്കാൻ സാധ്യത അസറ്റിൻ്റെ അക്കൗണ്ടാണ്. ഇവിടെ മെഷീനറി അക്കൗണ്ടാണ്, അതാണ് കൂടുതൽ സാധ്യത. ഡിപ്രിസിയേഷൻ വളരെ റയർ കേസിലേ ചോദിക്കുള്ളൂ. ഓക്കെ അല്ലോ. അപ്പോൾ ഫസ്റ്റ് അല്ലേ ക്ലോസ് ചെയ്യുന്നത് ഡേറ്റ് എന്നാണ് 31 ഡിസംബറിലാണ്. മെഷീനറി ഡിപ്രിസിയേഷൻ എത്രയാണ്? 1500. അപ്പോൾ ഈ സൈഡിൽ കംപ്ലീറ്റ് മെഷീനറി വരും. നമ്മൾ ഡിപ്രിസിയേഷൻ മെഷീനറി അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലായിരുന്നു. അപ്പോൾ ഈ ഡിപ്രിസിയേഷൻ അക്കൗണ്ട് വെക്കുമ്പോൾ മെഷീനറി എവിടെ കയറാം? ഡെബിറ്റ് സൈഡിൽ ആയിരിക്കും. ഓക്കെ അല്ലോ. ഇനി ആ വർഷത്തെ മെഷീനറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും. ആ ഡെബിറ്റ് ചെയ്യുന്ന ജേർണൽ എൻട്രി ആണ്. ഇവിടെ ജേർണൽ എൻട്രി വരിക പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അപ് ടു ഡിപ്രിസിയേഷൻ എന്നാണ്. ദെൻ അടുത്ത വർഷം സെയിം തന്നെയാണ്. മെഷീനറി 1500, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് 1500, മെഷീനറി 1500, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് 1500. ഇവിടെ ശ്രദ്ധിക്കതിൽ കൺഫ്യൂഷൻ വരാമെന്നില്ല. ഓരോ വർഷത്തെയും ആ ഡിപ്രിസിയേഷൻ എന്ത് കാണിക്കുന്നു, നമ്മൾ മെഷീനറിക്ക് ഡിപ്രിസിയേഷൻ കാണിക്കുന്നു. അപ്പോൾ എല്ലാ ഡെബിറ്റ് സൈഡിലൊക്കെ മെഷീനറീസ് നിന്ന് വരും, ക്രെഡിറ്റ് സൈഡിൽ അത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതും വരും. വേറെ കൺഫ്യൂഷനോ കോംപ്ലിക്കേഷനോ ഒന്നും ഇവിടെ ഇല്ല. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം. ആ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. എന്തായിരിക്കും? എല്ലായ്പ്പോഴും ഡിപ്രിസിയേഷൻ എമൗണ്ട് സെയിം ആയിരിക്കും. ഇനി റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് എന്താണെന്നും അതിൻ്റെ ബേസിലുള്ള ഒരു ചോദ്യം നോക്കാം. WDV. Under this method, depreciation is charged at a fixed rate on the reducing book value of asset every year. This method reflects higher depreciation in the early years and lower depreciation in the later year. It is also known as diminishing balance method. ഈ WDV മെത്തേഡ്, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൻ്റെ മറ്റൊരു പേരാണ് ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡ്. ഇപ്പോൾ നമ്മൾ ഒരു അസറ്റ് വാങ്ങുന്നത് 10000 രൂപക്കാണ്. 10000 രൂപക്കാണ് അസറ്റ് വാങ്ങുന്നത്. അതിന് 10% ഡിപ്രിസിയേഷൻ. 10% ഡിപ്രിസിയേഷൻ അല്ലേ. ആദ്യത്തെ വർഷം നമ്മൾ 10000ൻ്റെ 10% കാണും. 10000ൻ്റെ 10% 1000 എന്ന് കിട്ടും ഡിപ്രിസിയേഷൻ. ഓക്കെ അല്ല. ദെൻ നമ്മൾ ഫിക്സഡ് മെത്തേഡ് പ്രകാരം എല്ലാ വർഷവും എന്തായിരിക്കും? ഈ 1000 ആയിരിക്കും. എന്നാൽ WDV മെത്തേഡ് പ്രകാരം ഈ 10000ൽ നിന്ന് നമ്മൾ എന്ത് കുറക്കും? ആദ്യം ഈ 1000 കുറക്കും.
ആദ്യം ഡിപ്രീസിയേഷന് 1000 കണ്ടു, ആ ഡിപ്രീഷൻ എന്ത് ചെയ്യും, കുറക്കും. പിന്നെ എത്ര ഉള്ളൂ വാല്യൂ? 9000 ഉള്ളൂ. എത്ര ഉള്ളൂ? 9000 ഉള്ളൂ. ഓക്കെ ഉള്ളോ? ആ 9000ത്തിൻ്റെയാണ് പിന്നത്തെ വർഷം നമ്മൾ 10% കാണുക. അപ്പോൾ 900 കിട്ടും. പിന്നെ അടുത്ത വർഷം കാണുമ്പോൾ അതിൽ നിന്ന് വീണ്ടും നമ്മൾ എന്ത് കുറക്കും? ഈ 900 എന്ന് കുറക്കും. അതിൻ്റെ മുകളിലായിരിക്കും ഡിപ്രീഷൻ കാണുക. കാര്യങ്ങൾ മനസ്സിലാകുന്ന വിചാരിക്കുന്നു. പ്രോബ്ലം ചെയ്യുമ്പോൾ ഒന്നും കൂടി മനസ്സിലാവും. അപ്പോൾ ഓരോ വർഷവും എന്ത് വരും? ഡിപ്രീസിയേഷൻ മാറിക്കൊണ്ടേയിരിക്കും. ആദ്യത്തെ വർഷം നമ്മൾ ആ സെറ്റിൻ്റെ എത്ര ശതമാനം കാണും, അടുത്ത വർഷം ആ ഡിപ്രീഷൻ ചാർജ് ചെയ്ത എമൗണ്ട് എന്ത് ചെയ്യും? നമ്മൾ കുറക്കും. നമ്മൾ EMI ഒക്കെ കാണുന്ന പോലെയാണ് WDV മെത്തേഡിൽ ഡിപ്രീസിയേഷൻ കാണുക. ഒരു ചോദ്യം നോക്കാം. രാജൻ ബ്രോസ് അക്വേർഡ് പ്ലാന്റ് ആൻഡ് മെഷീനറി. രാജൻ ബ്രോസ് എന്ത് ചെയ്തു? ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങി ഓൺ 1st April 2022 അല്ലേ? 1st April 2022 ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങി അറ്റ് എ കോസ്റ്റ് ഓഫ് ₹28,000. 28,000 ഒരു പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങി. സ്പെൻഡ് ₹2,000 ഓൺ ഇൻസ്റ്റാളേഷൻ. അത് ഇൻസ്റ്റാൾ ചെയ്യാൻ 2000 രൂപയും വന്നു. അപ്പോൾ 28,000 രൂപ കോസ്റ്റും 2000 രൂപ ഇൻസ്റ്റാളേഷനും. 2000 രൂപ ഇൻസ്റ്റാളേഷനും. അപ്പോൾ ടോട്ടൽ പ്ലാന്റ് ആൻഡ് മെഷീനറി എത്രയാണ്? 30,000 ആണ്. അതാണ് ഈ ചോദ്യം വായിക്കുമ്പോൾ ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ അല്ലോ? ദെൻ ഡിപ്രീസിയേഷൻ ഈസ് റിട്ടേൺ ഓഫ് അറ്റ് 10%. എത്രയാണ് ഡിപ്രീസിയേഷൻ? 10% എവരി ഇയർ ഓൺ റിട്ടേൺ ഡൗൺ വാല്യൂ. അപ്പോൾ ഇതാണ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡാണോ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡാണ്? ഇവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരമാണ് കണ്ടത്. ദ ബുക്സ് ആർ ക്ലോസ്ഡ് 31st March ആണ് എവരി ഇയർ. ഷോ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട്. പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ടാണ് വെക്കുന്നത്. ഈ രീതിയിലുള്ള ചോദ്യമായിരിക്കും ഇവിടുന്ന് വരാൻ സാധ്യത. അക്കൗണ്ട് ഫോർ ഫസ്റ്റ് 3 years, 3 വർഷത്തിൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട്. അതായത് ഏപ്രിൽ 2002, 2003, 2004 അങ്ങനെ 3 വർഷത്തിൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട്. അപ്പോൾ ചോദ്യത്തിൽ മനസ്സിലാക്കുന്നത് കോസ്റ്റ് 28,000, ഇൻസ്റ്റാളേഷൻ ചാർജ് 2000, ടോട്ടൽ ആ മെഷീനറിക്ക് വന്ന ഒറിജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയായി? മൊത്തം എത്ര എമൗണ്ടായി? 30,000 എമൗണ്ടായി. അതിൻ്റെ 10% ആദ്യത്തെ വർഷം ഡിപ്രീസിയേഷൻ. ദെൻ അടുത്ത വർഷം കാണുമ്പോൾ ആ 30,000 10% എന്നുള്ള 1000 എന്നുള്ളത് 3000 കുറച്ചിട്ട് അതിൻ്റെ മേലാണ് ഡിപ്രീഷൻ കാണുക. കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ആൻസർ നോക്കാം. ഓക്കെ അല്ലോ? അത് നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് വെക്കുന്നു അല്ലേ? ഡേറ്റ്, പർട്ടിക്കുലേഴ്സ് അല്ലേ? JF ലെഡ്ജർ ഫോളിയാണ്. ലെഡ്ജർ ആയതുകൊണ്ട് JF, എമൗണ്ട്, ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. ഓക്കെ അല്ലോ? ആദ്യം നമ്മൾ അല്ലേ ക്യാഷിന് വാങ്ങാണ്. 2002 April 1 ക്യാഷ് അക്കൗണ്ട്. കോസ്റ്റാണ് 28,000. പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഗുഡ്സ് വാങ്ങുമ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് അപ് ടു ക്യാഷ്. എത്രയാണ്? 28,000 ആണ്. ദെൻ ക്യാഷ് അല്ലേ? ഇൻസ്റ്റാളേഷൻ ചാർജ്. പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് അപ് ടു ഇൻസ്റ്റാളേഷൻ ചാർജ് ക്യാഷ് തന്നെയാണ് വരിക. അതും 2,000 ആണ്. ടോട്ടൽ 30,000. അതിൻ്റെ ഈ 30,000ൻ്റെ നമ്മൾ എന്ത് കാണുക? ഡിപ്രീസിയേഷൻ കാണുക അല്ലേ? 10% ഡിപ്രീസിയേഷൻ പറഞ്ഞത്. 10% എത്ര കിട്ടും? 3000 എന്ന് കിട്ടും. ഓക്കെ അല്ലോ? നമ്മൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡാണ് ചെയ്യുന്നത് വെച്ചാൽ എല്ലാ വർഷവും എന്ത് തന്നെ ആയിക്കാരം? ഈ 3000 ആയിരിക്കും. പക്ഷേ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ നമ്മൾ ഓരോ വർഷം എന്ത് ചെയ്യും? കുറയും. അങ്ങനെ അപ്പോൾ ഇവിടെ 30,000 എന്ന് കിട്ടി. ആ 30,000 3000 കുറച്ച് കഴിഞ്ഞാൽ ബാലൻസ് 27,000 എന്ന് കിട്ടി. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ആ 27,000 അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്തു? നമ്മൾ ബ്രോ ഡൗൺ ചെയ്തു. ബാലൻസ് 27,000. ഡിപ്രിസിയേഷൻ ഈ 27,000ൻ്റെ 10% കാണുക. 27,000ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 2,700 കിട്ടും. ഓക്കെ അല്ല? അപ്പോൾ 27,000 ഇവിടെ 27,000 ബാലൻസ് 24,300. ബാലൻസ് കൃത്യമായിട്ട് അറിയണമെങ്കിൽ പ്രോബ്ലം ചെയ്തുകൊണ്ടേ നോക്കണം. ബുക്ക് എടുത്ത് പ്രോബ്ലം ചെയ്തുകൊണ്ടേ നോക്കിയാൽ എന്ത് ചെയ്യുള്ളൂ? ബാലൻസ് കൃത്യമായിട്ട് അറിയുള്ളൂ. ഇതിനെ വാച്ച് ചെയ്തുകൊണ്ട് കൊണ്ട് മാത്രം എന്ത് ചെയ്യില്ല? ബാലൻസുകളും കാര്യങ്ങളൊന്നും പഠിയില്ല. ഇതൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ നോട്ട്ബുക്ക് എടുത്തുകൊണ്ട് ചെയ്ത് നോക്കുക. ഓക്കെ അല്ല? അപ്പോൾ നമുക്ക് ഇനി 23,400 കിട്ടി. ബാലൻസ് 23,400 കിട്ടി. ആ ബാലൻസ് എന്ത് ചെയ്തു?
അടുത്ത വർഷത്തേക്ക് 2024 നമ്മൾ മാറ്റി. ദെൻ അതിൻ്റെ ഡിപ്രിസിയേഷൻ 24,300 24,300 ടോട്ടൽ 24,300. അതിൻ്റെ ഡിപ്രിസിയേഷൻ എത്രയാണ്? 24,30 10% എന്ന് പറഞ്ഞാൽ ഒരു 0 വയ്ക്കാൻ മതി. 24,30 കിട്ടും. 10% 0 വയ്ക്കാൻ മതി. ബാലൻസ് 21,870 കിട്ടും. കൃത്യമായിട്ട് മനസ്സിലാക്കുക. യാതൊരു രീതിയിലുള്ള മാറ്റമല്ല. ഇവിടെ എന്താണ്, ഓരോ വർഷം ഡിപ്രിസിയേഷൻ മാറിക്കൊണ്ടേയിരിക്കും. ആദ്യം നമ്മൾ കോസ്റ്റിന് കാണും, പിന്നെ അടുത്ത വർഷം ആ ഡിപ്രിസിയേഷൻ കുറക്കും, അതിൻ്റെ മുകളിലാണ് ഡിപ്രിസിയേഷൻ കാണുക. അടുത്ത വർഷം വീണ്ടും അതിൽ നിന്ന് ആ ഡിപ്രിസിയേഷൻ കുറക്കും, എന്നിട്ടാണ് അതിൻ്റെ മുകളിലാണ് ഡിപ്രിസിയേഷൻ കാണുക എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു ചോദ്യം വരാനുള്ളൂ. അപ്പോൾ ഇത് കൃത്യമായിട്ട് പഠിച്ചേക്കുക. ചിലപ്പോൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലെ ചോദ്യം വരും, ചിലപ്പോൾ ഏത് വരും, WDV മെത്തേഡിലെ ചോദ്യം വരും. ചോദ്യം കൃത്യമായിട്ട് വായിക്കണം. ഏത് മെത്തേഡിൽ നിന്നാണോ ചോദ്യം വന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയ തിയറി ടോപ്പിക്കാണ്. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും WDV മെത്തേഡും റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ കൃത്യമായിട്ട് അത് മനസ്സിലായിട്ടുണ്ടാവും പലവർക്കും. ഈ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ തന്നെ പലർക്കും ഇതിൻ്റെ ഡിഫറൻസ് കൃത്യമായിട്ട് പഠിച്ചിട്ടേക്കും. എങ്കിലും നമുക്ക് പരീക്ഷയ്ക്ക് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന് ആൻസർ ചെയ്യാൻ രീതിയിൽ മെത്തേഡ് നോക്കാം അല്ലേ. SLM എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്. ദെൻ WDV മെത്തേഡും ആണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഫസ്റ്റ് പോയിന്റ്, ഡിപ്രിസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ഒറിജിനൽ കോസ്റ്റ് ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിൻ്റെ ഒറിജിനൽ കോസ്റ്റിനാണ് ഏത് മെത്തേഡ് പ്രകാരം കാണുക? സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം കാണുക. ദെൻ W മെത്തേഡ് പ്രകാരം ഡിപ്രിസിയേഷൻ ഈസ് കാൽക്കുലേറ്റഡ് WDV ഓഫ് ഫിക്സഡ് അസറ്റ്. റിട്ടേൺ ഡൗൺ വാല്യൂൻ്റെ പ്രകാരമാണ് ഡിപ്രിസിയേഷൻ കാണുക. ഇവിടെ ഒറിജിനൽ കോസ്റ്റ് ആണ്, ഇവിടെ WDV ആണ്, റിട്ടേൺ ഡൗൺ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്. ഓക്കെ ആണോ? സെക്കൻഡ് പോയിന്റ്, ദ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ റിമൈൻ സെയിം ഫോർ ഓൾ ഇയേഴ്സ്. എല്ലാ വർഷവും ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് സെയിം ആയിരിക്കും. നമ്മൾ ചെയ്ത പ്രോബ്ലത്തിൽ 1,500 ആയിരുന്നു, എല്ലാ വർഷവും എന്തായിരുന്നു? 1,500 ആയിരുന്നു. ദെൻ എമൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ റെഡ്യൂസസ് ഇയർ ആഫ്റ്റർ ഇയർ. ഓരോ വർഷം എന്ത് ചെയ്യും? ആ ഡിപ്രിസിയേഷൻ കോസ്റ്റ് ഇങ്ങനെ കുറച്ച് കൊണ്ടേയിരിക്കും. ഡിപ്രിസിയേഷൻ കോസ്റ്റ് എന്ത് ചെയ്യും? ഓരോ വർഷം കുറഞ്ഞുകൊണ്ടേയിരിക്കും. ദെൻ തേർഡ് പോയിന്റ്, ദ ബാലൻസ് ഓഫ് അസറ്റ് വിൽ ബി 0. ഈ മെത്തേഡ് പ്രകാരം നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് പ്രകാരം നമുക്ക് ബാലൻസ് 0 വരെ എന്ത് ചെയ്യാം? കുറക്കാൻ പറ്റും. 0 വരെ ആകും. ഓക്കെ ആണോ? വിൽ ബി 0 അറ്റ് എക്സ്പയറി ഓഫ് വർക്ക്. ആ വർഷം കഴിയുമ്പോൾ എന്ത് ചെയ്യും? 0 ആവും. പക്ഷേ ഡിമിനിഷിങ് ബാലൻസ് അല്ലെങ്കിൽ WDV മെത്തേഡ് പ്രകാരം ഒരിക്കലും എന്ത് ചെയ്യില്ല, നമുക്ക് 0യിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ മെത്തേഡ് പ്രകാരം 0യിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ഈ മെത്തേഡ് പ്രകാരം 0യിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഈസി ടു കാൽക്കുലേറ്റ് റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ. നമ്മൾ കണ്ടതാണ് അല്ലേ, പെട്ടെന്ന് കാണാം. റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ വളരെ എളുപ്പത്തിൽ നമുക്ക് കാണാൻ പറ്റും. ദെൻ WDV മെത്തേഡ് കുറച്ചൊക്കെ ഡിഫിക്കൽട്ടാണ്. ഓരോ വർഷം എന്ത് ചെയ്യണം? ആ ഡിപ്രിസിയേഷൻ കുറച്ചൊക്കെ ചെയ്യണം. അപ്പോൾ കുറച്ചൊക്കെ ഡിഫിക്കൽട്ടാണ്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് ആണ്, കമ്പൈൻഡ് കോസ്റ്റ് ഓഫ് അക്കൗണ്ട് ഡിപ്രിസിയേഷൻ ആൻഡ് റിപ്പയർ ഈസ് ലോവർ ഇൻ ഇനീഷ്യൽ ഇയർ ആൻഡ് ഹയർ ഇൻ ലേറ്റർ ഇയർ. അതായത് ഫസ്റ്റ് വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ ലോവർ ആണ്, പിന്നീട് എന്ത് ചെയ്യാണ്? അത് ഹയർ ആയിട്ട് വരികയാണ്. ദെൻ കമ്പയർഡ് കോസ്റ്റ് ഓഫ് അക്കൗണ്ട് ഓഫ് ഡിപ്രിസിയേഷൻ റിപ്പയർ റിമൈൻ മോർ ഓർ ലെസ് ഈക്വൽ ത്രൂ ഔട്ട് പീരിയഡ്. ഇവിടെ മോർ ഓർ ലെസ് ഈക്വൽ ത്രൂ ഔട്ട് ദി പീരിയഡ്. അപ്പോൾ ഈ ഒരു ഭാഗം കൃത്യമായിട്ട് വായിക്കുമ്പോൾ തന്നെ കൃത്യമായിട്ട് പഠിക്കും. അല്ലെങ്കിൽ നമ്മൾ ഈ രണ്ട് പ്രോബ്ലംസും ഇതിൻ്റെ തിയറിയും ഇതിൻ്റെ പ്രോബ്ലം പഠിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? ഡിഫറൻസ് ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഡിപ്രിസിയേഷൻ്റെ ഭാഗത്ത് പറഞ്ഞത് എന്താ? ഡിപ്രിസിയേഷൻ്റെ ഡെഫിനേഷന് 2 മെത്തേഡ്, ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും മറ്റൊന്ന് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡും. ഇനി നമുക്ക് മറ്റ് ഏരിയ ആണ് പ്രൊവിഷൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് എന്നർത്ഥം. ഇപ്പോൾ നമ്മൾക്ക് ഒരു ആൻറ്റിസിപ്പേറ്റഡ് ലോസ് ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് വേണ്ടി ഒരു എമൗണ്ട് മാറ്റിക്കുക. ഇപ്പോൾ സപ്പോസ് ഒരാൾക്ക് ഒരു 1000 രൂപ കറണ്ട് ബില്ല് അടക്കാണ്ട്, ആ കറണ്ട് ബില്ലിന് വേണ്ടി അയാൾ 1000 രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് പ്രൊവിഷനാണ്. ഓക്കെ ആണല്ലോ? ദെൻ പ്രൊവിഷൻ ഈസ് ദി എമൗണ്ട് സെറ്റ് അസൈഡ് ഔട്ട് ഓഫ് ബിസിനസ് പ്രോഫിറ്റ് ടു മീറ്റ്
ആ നോൺ ലാബിലിറ്റി ഓർ എക്സ്പെൻസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അറിയുന്ന ഇന്ന ചെലവുണ്ട് നമുക്കറിയും, അത്തരം ചെലവിന് വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്ന എമൗണ്ട് ആണെന്ത് പ്രൊവിഷൻ. അപ്പോൾ നമ്മൾ മാറ്റിവെക്കുന്ന എമൗണ്ടാണ് ഇന്നൊരു ലാബിലിറ്റി ഒരു എക്സ്പെൻസ് നമുക്ക് മീറ്റ് ചെയ്യാണ്ട്. ദ എമൗണ്ട് ഓഫ് വിച്ച് ഈസ് അൺസർട്ടൻ ബട്ട് ബിക്കം എസ്റ്റിമേറ്റഡ് ഇറ്റ് ഈസ് ചാർജ്ഡ് അഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. പ്രൊവിഷൻ എന്താണ്? ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസ് പഠിക്കുക. പ്രൊവിഷൻ എന്താണ്? ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. അല്ല, നമുക്കറിയാം ഇന്നൊരു എക്സ്പെൻസ് വരാനുണ്ട്. പല രീതിയിലും നമുക്ക് പ്രൊവിഷൻ്റെ മീനിങ് പറയാം. അപ്പോൾ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ച എമൗണ്ടിനെ പറഞ്ഞ പേരാണെന്ത്? പ്രൊവിഷൻ. ഇറ്റ് ഈസ് ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. ഓക്കെ അല്ലോ. ഇനി പ്രൊവിഷൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഇത് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്താൻ പറ്റും. ഒന്നാമത്തെ പോയിന്റ്, മെയ്ഡ് ഫോർ നോൺ ലാബിലിറ്റി ഓർ എക്സ്പെൻസ്. അല്ലെ, നമുക്ക് അറിയാവുന്ന ലാബിലിറ്റി അല്ലെങ്കിൽ എക്സ്പെൻസ് ആണ്. സെക്കൻഡ് പോയിന്റ് ആണ് എക്സാക്റ്റ് എമൗണ്ട് ഈസ് അൺസർട്ടൻ. എക്സാക്റ്റ് എമൗണ്ട് നമുക്ക് പറയുന്നില്ല അല്ലെ, ടാക്സ് വരും, എത്ര വരും എന്നറിയില്ല. ആ ടാക്സിന് വേണ്ടി എന്ത് ചെയ്തു? നമ്മൾ ഒരു പൈസ മാറ്റിച്ചു. അല്ലെങ്കിൽ വണ്ടിക്ക് എഞ്ചിൻ കംപ്ലൈൻറ്റ് വരും നമുക്കറിയാം, അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഒരു എമൗണ്ട് മാറ്റിവെച്ചു. എക്സാക്റ്റ് എമൗണ്ട് നമുക്കറിയില്ല, പക്ഷേ നമ്മളെന്ത് ചെയ്തു? ഇത്ര വരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മാറ്റിവെക്കുക. ദെൻ പ്രോഫിറ്റ് കുറക്കുന്ന ഒരു ആണെന്ത്? പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് കുറയും. ദെൻ ഷോ ഇൻ ലാബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. പ്രൊവിഷൻ ഏത് സൈഡിലാണ് കാണിക്കുക? ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ്. ഓക്കെ അല്ലോ. ലാബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ആയിട്ടാണ് പ്രൊവിഷൻ കാണിക്കുക. മസ്റ്റ് ബി ക്രിയേറ്റഡ് ഈവൻ ഇഫ് ബിസിനസ് ഹാസ് നോ പ്രോഫിറ്റ്. അല്ലേ, ബിസിനസ്സിന് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ പോലും പ്രൊവിഷൻ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. ഓക്കെ അല്ലോ. അപ്പോൾ എന്താണ് പ്രൊവിഷനും അതിൻ്റെ ഫീച്ചേഴ്സും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതൊക്കെ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കൃത്യമായിട്ട് ഇത് പഠിയും. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പ്രൊവിഷൻസ്. നെക്സ്റ്റ്, എന്താണ് റിസർവ്? ആ പ്രൊവിഷനിൽ ആകെ നമ്മൾ പ്രൊവിഷൻ എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് റിസർവ് എന്താണെന്ന് നോക്കാം. നമ്മൾ പ്രൊവിഷൻ പറഞ്ഞു ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റിനെതിരെയാണ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് കുറയുകയാണ്. ദെൻ റിസർവ് എന്ന് പറഞ്ഞാൽ ചാർജ് ഓൺ പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റ് കൂട്ടുകയാണ്. ഇപ്പോൾ നമുക്ക് അല്ലേ നമ്മളുടെ പ്രോഫിറ്റിൻ്റെ ഭാഗം എന്ത് ചെയ്യാണ്? ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മൾ മാറ്റി വെക്കുകയാണ്. ഭാവിയിലെ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? മാറ്റി വെക്കുകയാണ്. അതിനെയാണ് റിസർവ് എന്ന് പറയുന്നത് അല്ലേ. ആ വേർഡ് തന്നെ ഉണ്ട്, മാറ്റി വെക്കുക. റിസർവ് ചാർജ് ഓൺ പ്രോഫിറ്റ് ആണ് കേട്ടോ. റിസർവ് ഇസ് ദി എമൗണ്ട് സെറ്റ് അസൈഡ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. മറ്റെന്തായിരുന്നു? ചാർജ് എഗെയിൻസ്റ്റ് ആയിരുന്നു. പ്രൊവിഷൻ എന്തായിരുന്നു? ചാർജ് എഗെയിൻസ്റ്റ് ആയിരുന്നു. ഇത് ചാർജ് ഔട്ട് ഓഫ് പ്രോഫിറ്റ് ടു സ്ട്രെങ്തൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ബിസിനസ് ടു മീറ്റ് ഫ്യൂച്ചർ അൺനോൺ ലോസ്. ഫ്യൂച്ചർ അൺനോൺ ലോസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാവരും സമ്പാദ്യം ഉണ്ടാക്കുന്നുണ്ടാവില്ലേ? ആ സമ്പാദ്യം എന്ത് തന്നെയാണ്? റിസർവ് ആണ്. നിങ്ങൾക്ക് അത് മാറ്റി വെക്കുന്ന പൈസ ഉണ്ടല്ലോ, ആ മാറ്റി വെക്കുന്ന പൈസ തന്നെയാണ് എന്ത്? റിസർവ്. അപ്പോൾ ഇനി നമുക്ക് റിസർവിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ഫസ്റ്റ് പോയിൻ്റാണ് ക്രിയേറ്റ് ഔട്ട് ഓഫ് പ്രോഫിറ്റ്. ഇതാണ് മേജർ പോയിന്റ്. റിസർവ് എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്? പ്രോഫിറ്റിൻ്റെ മുകളിലാണ് റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. യൂസ്ഡ് ടു മീറ്റ് ഫ്യൂച്ചർ അൺഎക്സ്പെക്റ്റഡ് ലോസ്. ഭാവിയിൽ ഇന്ന ചിലവുകളൊക്കെ വരാം, അതിനു വേണ്ടി ആണ്. മറ്റേതെന്തായിരുന്നു? നോൺ ലോസ് ആയിരുന്നു, ഇവിടെ അൺഎക്സ്പെക്റ്റഡ് ആണ്. ദെൻ തേർഡ് ഫീച്ചേഴ്സ് ആണ് ഇൻക്രീസ് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഓഫ് ബിസിനസ്. എന്ത് ചെയ്യും? ഒരു സ്ഥാപനത്തിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് കൂടുന്നതാണെന്ത്? റിസർവ്. ദെൻ ഫോർത്ത് പോയിന്റ് ആണ് ടു ഷോ റിസർവ് ആൻഡ് സർപ്ലസ് ഇൻ ബാലൻസ് ഷീറ്റ്. ഇത് കാണിക്കുന്നത് പ്രൊവിഷന് ലാബിലിറ്റിയിലാണെന്ന് പറഞ്ഞു. റിസർവ് കാണിക്കുന്നത് ഏത് ഹെഡിലാണ്? ബാലൻസ് ഷീറ്റിലെ ലാബിലിറ്റി സൈഡിൽ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്ന ഹെഡിലാണ് റിസർവ് കാണിക്കുക. നോട്ട് കമ്പൽസറി ടു ക്രിയേറ്റ്. പ്രൊവിഷന് കമ്പൽസറി ആണ്, റിസർവ് എന്ത് ചെയ്യേണ്ടതില്ല? ക്രിയേറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? റിസർവ് ക്രിയേറ്റ് ചെയ്താൽ മതി. ഓക്കെ അല്ലോ. ഇനി ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറി ടോപ്പിക്കാണ്, കൃത്യമായിട്ട് പഠിക്കണം. വെറുതെ ചിലപ്പോൾ ചോദ്യം വരാൻ സാധ്യത കൂടുതലാണ്. ടൈപ്സ് ഓഫ് റിസർവ്. ഒരു 4 ടൈപ്സ് ഓഫ് റിസർവ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാണ് ജനറൽ റിസർവ്. ജനറൽ റിസർവ് എന്ന് പറഞ്ഞാൽ ഇസ് ദി റിസർവ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് റവന്യൂ പ്രോഫിറ്റ്. റവന്യൂ പ്രോഫിറ്റിൻ്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്യുന്ന റിസർവിന് പറഞ്ഞ പേരാണെന്ത്?
ജനറൽ റിസർവ് എന്താണ്? റവന്യൂ പ്രോഫിറ്റിന്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്യുന്ന റിസർവിന് പറഞ്ഞ പേരാണെന്ത്? റവന്യൂ റിസർവ്. വിച്ച് ഈസ് നോട്ട് മീറ്റ് ഫോർ എനി സ്പെസിഫിക് പർപ്പസ്. ഇത് എന്തിനു വേണ്ടിയില്ല? ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതല്ല. ബട്ട് ഈസ് കെപ്റ്റ് ടു സ്ട്രെങ്തൺ ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു കമ്പനിയുടെ, ഒരു ബിസിനസ്സിന്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്തൺ കീപ്പ് ചെയ്യാൻ വേണ്ടി പ്രത്യേക പർപ്പസ് ഒന്നും അല്ലാതെ, ജനറൽ എന്ന് പറയുന്നത് എന്താണ്? ഒരു പർപ്പസും അവിടെ ഇല്ല. നമുക്ക് എന്ത് ചെയ്യണം? ഭാവിയിലേക്ക് നമ്മുടെ കപ്പാസിറ്റി ഉയർത്തണം എന്ന ലക്ഷ്യത്തോടു കൂടി മാറ്റിവെക്കുന്ന റിസർവ് ആണെന്ത്? ജനറൽ റിസർവ്. സെക്കൻഡ് ആണ് സ്പെസിഫിക് റിസർവ്. സ്പെസിഫിക് റിസർവ് എന്ന് പറഞ്ഞാൽ ഇസ് ദി റിസർവ് ക്രിയേറ്റഡ് ഫോർ എ പർട്ടിക്കുലർ ഓർ സ്പെസിഫിക് പർപ്പസ്. ഈ ഒറ്റ കാര്യം, ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത റിസർവിന് പറഞ്ഞ പേരാണത് സ്പെസിഫിക്. അല്ല, ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രത്യേക കാര്യമുണ്ട്, ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത്ര എമൗണ്ട് റിസർവിലേക്ക് മാറ്റിവെക്കുന്നത്. ജനറൽ റിസർവ് ഇതില്ല, ജസ്റ്റ് മാറ്റിവെക്കുകയാണ്. ഓക്കെ അല്ല, അവിടെ ഒരു പ്രത്യേക പർപ്പസ് ഉണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ ദാറ്റ് പർപ്പസ്. അത് എന്തിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നാണോ ആ പർപ്പസിൻ്റെ ആവശ്യം വരുന്നത്, നമുക്ക് എപ്പോഴാണോ അതിൻ്റെ ആവശ്യം വരുന്നത്, അപ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുന്ന റിസർവ് ആണെന്ത്? സ്പെസിഫിക് റിസർവ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വേർഡ് തന്നെ മനസ്സിലാവും. ജനറൽ എന്ന് പറഞ്ഞാൽ പ്രത്യേക പർപ്പസ് ഒന്നുമില്ല, ഒരു ഫേമിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടി മാറ്റിവെക്കുന്നതാണ്. സ്പെസിഫിക് റിസർവ് എന്നാൽ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാറ്റിവെക്കുന്നതാണ്. തേർഡ് ടൈപ്പ് ഓഫ് റിസർവ് ആണ് ക്യാപിറ്റൽ റിസർവ്. വളരെ പ്രധാനപ്പെട്ട ടേമാണ്. ക്യാപിറ്റൽ റിസർവ് ഇസ് ദി റിസർവ് ക്രിയേറ്റഡ് ഫ്രം ക്യാപിറ്റൽ പ്രോഫിറ്റ്. ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്യുന്ന റിസർവിന് പറഞ്ഞ പേരാണെന്ത്? ക്യാപിറ്റൽ റിസർവ്. അപ്പോൾ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലേ? ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് നോട്ട് ഏൺഡ് ഫ്രം നോർമൽ ബിസിനസ് ആക്ടിവിറ്റി. ഇത് എന്തിനല്ല? നമ്മൾ നോർമൽ ബിസിനസ് ആക്ടിവിറ്റിയിൽ നിന്ന് നേടിയ പ്രോഫിറ്റ് അല്ല. അപ്പോൾ ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ ഭാഗം ക്രിയേറ്റ് ചെയ്ത റിസർവ് ആണെന്ത്? ക്യാപിറ്റൽ റിസർവ്. ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ ക്യാപിറ്റൽ പർപ്പസ് ഓൺലി സച്ച് ആസ് റൈറ്റിംഗ് ഓഫ് ക്യാപിറ്റൽ ലോസ്. ഇത് ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. അതായത് ക്യാപിറ്റൽ ലോസ് വന്നു കഴിഞ്ഞാൽ അത് റൈറ്റ് ഓഫ് ചെയ്യാൻ, അത് എഴുതി തള്ളാൻ വേണ്ടി മാറ്റിവെക്കുന്ന റിസർവ് ആണെന്ത്? ക്യാപിറ്റൽ റിസർവ്. വളരെ പ്രധാനപ്പെട്ടതാണ്. പല യൂണിവേഴ്സിറ്റി എക്സാമിനും 3 മാർക്കിന് വരുന്ന ചോദ്യമാണ്. അപ്പോൾ ഇവിടുന്ന് വളരെ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനാണ് ക്യാപിറ്റൽ റിസർവ്. എന്താണ് ക്യാപിറ്റൽ റിസർവ് എന്ന് പറഞ്ഞാൽ? ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം നോർമലായിട്ട് നേടുന്ന പ്രോഫിറ്റ് അല്ല, അല്ലാതെ പല ഒരു മെഷീനറി കാര്യങ്ങൾക്ക് അത് വിറ്റിട്ട് കിട്ടുന്ന പ്രോഫിറ്റോ, അത്തരം പ്രോഫിറ്റൊക്കെയാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. അതിൻ്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്യുന്ന റിസർവിന് പറഞ്ഞ പേരാണത് ക്യാപിറ്റൽ റിസർവ്. നെക്സ്റ്റ് ആണ് റവന്യൂ റിസർവ്. റവന്യൂ റിസർവ് ഇസ് ദി റിസർവ് ക്രിയേറ്റഡ് ഔട്ട് ഓഫ് റവന്യൂ പ്രോഫിറ്റ്. അപ്പോൾ ക്യാപിറ്റൽ റിസർവ് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. റവന്യൂ റിസർവ് റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന റിസർവ് ആണെന്ത്? റവന്യൂ റിസർവ്. ഡ്യൂറിങ് റെഗുലർ ബിസിനസ് ഓപ്പറേഷൻ ആൻഡ് മീറ്റ് ഫ്യൂച്ചർ ലോസ് ഓർ ടു എക്സ്പെക്റ്റഡ് ബിസിനസ്. അതായത് ഒരു ബിസിനസ് അവരുടെ റെഗുലർ ആയിട്ടുള്ള ബിസിനസ്സിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഇൻകാണെന്ത്? റവന്യൂ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞാണ്. അതിൻ്റെ മുകളിൽ ക്രിയേറ്റ് ചെയ്യുന്ന റിസർവ് ആണെന്ത്? റവന്യൂ റിസർവ്. സാധാരണ ബിസിനസ്സിൽ വരുന്ന ഫ്യൂച്ചറായിട്ടുള്ള വരുന്ന ലോസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് റവന്യൂ റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 4 റിസർവ് എന്ന് പറയുന്നത്, ഒന്ന് ജനറൽ റിസർവ്, പ്രത്യേക പർപ്പസ് ഒന്നുമില്ല, എന്ത് ചെയ്യുന്നു? നമ്മളുടെ പ്രോഫിറ്റിൻ്റെ ഭാഗം, കുറച്ച് ഭാഗം എന്ത് ചെയ്യുന്നു? റിസർവാക്കി മാറ്റുന്നു. ദെൻ സ്പെസിഫിക് റിസർവ്, പ്രത്യേക പർപ്പസിന് വേണ്ടി മീറ്റ് ചെയ്യുന്ന റിസർവ് ആണെന്ത്? സ്പെസിഫിക് റിസർവ്. ദെൻ ക്യാപിറ്റൽ റിസർവ്, ക്യാപിറ്റൽ പ്രോഫിറ്റിൻ്റെ ഭാഗം മാറ്റിവെക്കുന്ന റിസർവ് ആണെന്ത്? ക്യാപിറ്റൽ റിസർവ്. റവന്യൂ റിസർവ് എന്നാണ് റവന്യൂ പ്രോഫിറ്റിൻ്റെ ഭാഗം മാറ്റിവെക്കുക. ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ഭാഗമാണ് പ്രൊവിഷനും റിസർവും തമ്മിലുള്ള ഡിഫറൻസ്. ഈ ഒരു ഭാഗം ക്ലാസ് കേട്ടവർക്ക് തന്നെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്താണ് പ്രൊവിഷൻ എന്നും എന്താണ് റിസർവ് എന്നും. ഇനി ജസ്റ്റ് ഇത് വായിക്കുമ്പോഴത്തേനും എന്ത് ചെയ്യും? പലർക്കും ഇത് പഠിക്കും. ഓക്കെ അല്ലോ. പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഇസ് ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ആണ്. പ്രൊവിഷൻ എന്താണ് അല്ലേ? ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റിന് എതിരെയാണ്. റിസർവോ
ഈസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് കൂട്ടുന്ന ഒന്നാണ് എന്ത്? റിസർവ്. സെക്കൻഡ് ആണ് ഇറ്റ് ഈസ് മെയ്ഡ് നോൺ ലാബിലിറ്റി ഓർ എക്സ്പെൻഡിച്ചർ. നമുക്ക് കാണാൻ പറ്റുന്ന ലാബിലിറ്റി അല്ലെങ്കിൽ ചെലവിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത്? പ്രൊവിഷൻ. ഇത്ര എക്സ്പെൻസീവ് വരും, അതിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ത്? പ്രൊവിഷൻ. ദെൻ ഇറ്റ് ഈസ് മെയ്ഡ് ഫോർ ഫ്യൂച്ചർ അൺനോൺ ലാബിലിറ്റി. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ലാബിലിറ്റി വരും എന്ന് കരുതിയിട്ട് നമ്മളിപ്പോൾ തന്നെ മാറ്റി വെക്കുന്ന ഫണ്ടാണ് എന്ത്? റിസർവ്. ദെൻ തേർഡ് പോയിന്റ് ആണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദാറ്റ് പർപ്പസ് ഓൺലി. അതായത് പ്രൊവിഷൻ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പർപ്പസിന് വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ ആണല്ലോ. റിസർവ് അങ്ങനെയല്ല, ഇറ്റ് ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ഫോർ ഫ്യൂച്ചർ പർപ്പസ്. നമുക്ക് ഏതൊരു ഫ്യൂച്ചർ പർപ്പസിന് എന്ത് ഉപയോഗിക്കാം? റിസർവ് ഉപയോഗിക്കാം. ദെൻ ഫോർത്ത് പോയിന്റ് ആണ് ഇറ്റ് ഇസ് ഷോൺ എബവ് ദി ലൈൻ. ലൈനിൻ്റെ മുകളിലായിട്ടാണ് കാണിക്കുന്നത്. ഇറ്റ് ഷോ ബിലോ ദി ലൈൻ. ലൈനിൻ്റെ താഴെയായിട്ടാണ് എന്ത് കാണിക്കുന്നത്? റിസർവ് കാണിക്കുന്നത്. ദെൻ എബവ് ദി ലൈൻ മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബിലോ ദി ലൈൻ മീൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഇവിടെ എബവ് ദി ലൈൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്, ബിലോ ദി ലൈൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. അപ്പോൾ 5 ഡിഫറൻസാണ് നമ്മൾ പ്രൊവിഷൻ റിസർവിനും പറഞ്ഞത്. അപ്പോൾ ഈ ഡിഫറൻസ് ഒക്കെ എഴുതുമ്പോൾ ആദ്യം മീനിങ് എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ കള്ളിയിൽ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും മാക്സിമം വീഡിയോ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.